നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CJPയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സമരം നമ്മളെല്ലാവരും കണ്ടതാണ്. പാർലമെൻറ്റ് മാർച്ച് നടത്താനായിരുന്നു CJPയുടെ ഒരു പദ്ധതി. എന്നാൽ ഈ മാർച്ച് നടത്താനുള്ള അനുമതി തീർച്ചയായും പോലീസിൽ നിന്ന് വാങ്ങേണ്ടതാണ്. അങ്ങനെയൊരു അനുമതി തേടുകയോ മാർച്ചിനുള്ള അനുമതി കൊടുക്കുകയോ ചെയ്തിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ വഴി ഞങ്ങളിതാ മാർച്ച് നടത്താൻ പോകുന്നു, അതും ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് എന്നൊരു സംഘടന പ്രഖ്യാപിക്കുകയാണ്. പാവപ്പെട്ട കുട്ടികളുടെ മാർച്ചല്ലേ, കുട്ടികളുടെ ആവശ്യം അംഗീകരിച്ചുകൂടെ? കുട്ടികൾ എത്ര ദിവസമായി പട്ടിണി കിടക്കുന്നു, സോനം വാങ്ചുക്ക് എത്ര ദിവസമായി പട്ടിണി കിടക്കുന്നു, അത് അവരുടെ ആവശ്യമൊന്ന് അംഗീകരിച്ചു കൊടുത്തുകൂടെ? വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒന്ന് രാജിവെച്ചുകൂടെ എന്നൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. ഇതൊരു വെള്ളരിക്ക പട്ടണമല്ല എന്ന് ഓർക്കണം. ആരെങ്കിലും സമരം ചെയ്യാൻ, തീർച്ചയായും സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എല്ലാവരും സമരം ചെയ്യുന്നുണ്ട്. സർക്കാർ സമരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇന്നലത്തെ പാർലമെൻറ്റ് മാർച്ച് പോലും ഇത്തരത്തിൽ പോലീസിനോട് അനുമതി തേടിയിരുന്നുവെങ്കിൽ എവിടെ എങ്ങനെ മാർച്ച് നടത്തണമെന്ന നിർദ്ദേശങ്ങളടക്കം ഇതിനുള്ള എല്ലാ സൗകര്യവും പോലീസ് ചെയ്തു കൊടുത്തേനെ. പക്ഷേ അനധികൃതമായിട്ടായിരുന്നു ഇന്നലെ മാർച്ച് നടത്താനായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ശ്രമിച്ചത്. അതുകൊണ്ടാണ് മാർച്ച് പോലീസ് തടയുകയും ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മാർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സമരം ചെയ്തു കഴിഞ്ഞാൽ മന്ത്രിമാർ രാജിവെച്ച് പോകണമെന്ന് പറയാൻ ഇത് വെള്ളരിക്ക പട്ടണമൊന്നുമല്ല. അങ്ങനെയാണ് എങ്കിൽ കഴിഞ്ഞ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ 100 തവണയെങ്കിലും രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുമായിരുന്നു. ന്യായമായ പല ആവശ്യങ്ങളും ഉന്നയിച്ച് പല സമരങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും എന്തുകൊണ്ട് പിണറായി വിജയൻ രാജിവെക്കുന്നില്ല എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിച്ചില്ല. രണ്ടാമത്തെ കാര്യം എന്നത്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സംഘടന സമരം ചെയ്താൽ മന്ത്രിക്ക് രാജിവെച്ചു പോകാൻ കഴിയില്ല. ഇക്കാലത്ത് മന്ത്രിമാർക്കെതിരെയും അതുപോലെ തന്നെ സർക്കാരിനെതിരെയുമൊക്കെ ഗുരുതരമായ പല ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ആ ആരോപണങ്ങളിൽ പോലും ആരും രാജിവെച്ചിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട കുട്ടികൾ സമരം ചെയ്യുമ്പോൾ ഉടൻ തന്നെ രാജിവെക്കണം എന്ന ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് പാർലമെൻറ്റ് മാർച്ച് നടത്തണമെങ്കിൽ തീർച്ചയായും അനുമതി വാങ്ങി നടത്താമായിരുന്നു. പക്ഷേ കുട്ടികൾ അതിനും തയ്യാറായില്ല. ഇതിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തമാണ്. കാരണം CJP ഇന്നലെ വരെ സമരം ചെയ്യുകയായിരുന്നു. ഇന്നത്തെ സമരത്തിന് പിന്നിൽ CJP മാത്രമായിരുന്നില്ല. അവിടെ തീവ്ര ഇടതുപക്ഷ സംഘടനകളുടെയും തീവ്ര വലതുപക്ഷ സംഘടനകളുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. രാജ്യദ്രോഹ അജണ്ടകളുമായി പോകുന്ന സംഘടനകൾ, രാജ്യദ്രോഹ അജണ്ടകളുമായി പ്രവർത്തിക്കുന്ന പല സംഘടനകളും ഇന്നലത്തെ സമരത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് അക്രമാസക്തമായത്. പോലീസ് എന്തായാലും പെട്ടെന്ന് ഇടപെടുകയും അതിനെ ക്ലീൻ ആക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ബംഗ്ലാദേശ് മോഡൽ അല്ലെങ്കിൽ നേപ്പാൾ മോഡലിലാണ് ഞങ്ങൾ സമരം ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ പാർലമെൻറ്റ് മന്ദിരം തകർക്കാൻ പോവുകയാണ് എന്നൊക്കെ പരസ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സമരാനുകൂലികൾ നേരെ സമരത്തിലേക്ക് പോയത് എന്ന് നമ്മൾ ഓർക്കണം. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടും ദില്ലി പോലീസ് ഒരു പരിധിവരെ സംയമനത്തോടു കൂടിയാണ് ഈ സമരത്തെ നേരിട്ടത് എന്ന് വ്യക്തം. ലാത്തി ചാർജ് ചെയ്തിട്ടില്ല എന്നല്ല, തീർച്ചയായും ലാത്തി ചാർജ് ചെയ്യേണ്ടതുണ്ട്. ലാത്തി ചാർജ് അതായത് ഈ പാർലമെൻറ്റിൻ്റേത് ഒരു ഹൈ സെക്യൂരിറ്റി സോണാണ്. ആ ഹൈ സെക്യൂരിറ്റി സോണിലേക്ക് സമരം ഒരിക്കലും അനുവദിക്കില്ല. സമരം മറ്റൊരിടത്ത് ചെയ്യാവുന്നതാണ്. ആ സമരം ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ സമരം ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നിട്ടും സമരം തുടർന്നത് എന്തിന് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. തീർച്ചയായും സമരത്തിലേക്ക് നുഴഞ്ഞു കയറിയ, സ്ഥിരം ദില്ലിയിൽ വന്ന് അലമ്പുണ്ടാക്കുന്ന ചില ആളുകളാണ് ഇതൊക്കെ നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അവരെല്ലാം തന്നെ സമരരംഗത്ത് ഉണ്ടായിരുന്നു. അവരെ നമ്മൾ തിരിച്ചറിഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് കർശനമായ നടപടി കഴിഞ്ഞ ദിവസം സ്വീകരിച്ചു. പോലീസ് ലാത്തി ചാർജ് നടത്തി, ഗ്രനേഡ് പ്രയോഗിച്ചു. അങ്ങനെ വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് ഇന്നലെ നടത്തുകയും ചെയ്തു. എന്തായാലും ഇന്നലത്തെ പോലീസിൻ്റെ ആ ഒരു നടപടി, കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിജിത്ത് ദീപ്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇന്നലത്തെ പോലീസിൻ്റെ നടപടി കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ പാഠം പഠിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലത്തോടുകൂടി അഭിജിത്ത് ദീപ്കെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. സമരപന്തലൊക്കെ ഇന്നലെ പൊളിച്ചു മാറ്റിയിരുന്നു. ഇന്ന് വീണ്ടും സമരപന്തൽ ഉയർന്നിട്ടുണ്ട്. അതേസമയം ദില്ലിയിലെ ജന്തർ മന്ദറിലെ പ്രധാനപ്പെട്ട 2 ഗേറ്റുകളും ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ CJP അതിൻ്റെ പ്രവർത്തകർക്ക് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്നലത്തെ പോലെ അലമ്പ് കാണിക്കരുത് എന്നാണ്. ഈ സമര ഗേറ്റുകൾ കടന്നു വരാൻ ആരെയും അനുവദിക്കില്ല. മാത്രമല്ല, ഈ പറയുന്ന ബാരിക്കേഡുകൾ മാറ്റാൻ, അല്ലെങ്കിൽ ആ
ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറാൻ ആരും ശ്രമിക്കരുത് എന്ന് അഭിജിത്ത് ദീപ്കെ അല്ലെങ്കിൽ CJPയുടെ നേതൃത്വം CJPയുടെ അണികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പോലീസ് നടപടി പലരെയും പല പാഠങ്ങളും പഠിപ്പിച്ചു എന്ന് തന്നെയാണ്. തീർച്ചയായും അഭിജിത്ത് ദീപ്കെ അകത്തു തന്നെ വിശ്രമിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 20 ദിവസത്തോളം നിരാഹാര സമരം നടത്തി വന്ന സോനം വാങ്ചുക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. സോനം വാങ്ചുക്ക് ലഡാക്കിലടക്കം ചില കലാപ ശ്രമങ്ങൾ നടത്തിയതായും അതിന് അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ എടുത്തതായും ഒക്കെ നമുക്കറിയാം. തീർച്ചയായും അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കുകയാണ് ചെയ്തത്. ഈ പറയുന്ന ഇനി ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ സമരങ്ങൾ നടത്തില്ല എന്ന് എഴുതി ഒപ്പിട്ടുകൊണ്ട് ജയിൽ മോചിതനാക്കപ്പെടുകയാണ് സോനം വാങ്ചുക്കിൻ്റെ കാര്യത്തിൽ ചെയ്തത്. എന്നാൽ വീണ്ടും അദ്ദേഹം അതേ പാതയിലൂടെ നടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്നലത്തെ അക്രമ സംഭവങ്ങളിൽ നിന്നും പലരും പഠിച്ചു. കാരണം അക്രമ സംഭവങ്ങളിൽ ഒട്ടനവധി ആളുകൾക്ക് പരിക്കേറ്റു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ സമരമെന്ന് പലർക്കും അറിയില്ല. എന്തായാലും ഇപ്പോൾ ഈ സമരത്തിൽ നിന്ന് പാഠം പഠിച്ചിരിക്കുന്നു CJP. ഈ ബാരിക്കേഡുകൾ മറികടക്കരുത് എന്ന് കർശനമായ വിലക്ക് പ്രവർത്തകർക്ക് നൽകുന്നുണ്ട്. എന്തായാലും ഇന്നും ജന്തർ മന്ദറിലേക്ക് പല ആളുകളും ഒഴുകിയെത്തുകയാണ്. ഇന്നലത്തെ പോലെ ജനക്കൂട്ടമില്ല, പക്ഷേ പല ആളുകളും ഒഴുകിയെത്തുകയാണ്. ഇന്ന് CJPയുടെ ഓപ്പറേഷൻ എന്താണ് എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ സമരം പൊളിഞ്ഞു. അതോടുകൂടി CJP കൂടുതൽ പാഠം പഠിക്കുകയും ചെയ്തു.